അണ്ടർസ്റ്റാൻഡ് ദി ബിസിനസ് ഫസ്റ്റ്. ആദ്യം ഈ സാധനം എന്താണെന്ന് പഠിക്കുക. ഏത് സാധനം? ഞാൻ ചെയ്യുന്ന പരിപാടി എന്ത് പരിപാടിയാണെന്ന് പഠിക്കുക. പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും ക്ഷമ തീരില്ല. വന്ന് കയറി ഉടനെ നേരെ ഇറങ്ങി പുറപ്പെടും. എന്താണ് ബിസിനസ് എന്നോ, ഇതിന്റെ സാധ്യത എന്താണെന്നോ, ഇത് എന്താണ്, എത്രത്തോളം ഇത് വളരുമെന്നോ, ഇതിലെ ചലഞ്ചസ് എന്താണെന്നോ ഒന്നും പഠിക്കാതെ നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന യാത്രയിൽ ഒരുപാട് മുള്ളും കല്ലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. എന്നാൽ പഠിച്ചു ചെയ്യുകയാണെങ്കിലോ വളരെ സിമ്പിളാണ്. അപ്പോൾ എന്താണ് പഠിക്കേണ്ടത്? നോക്കൂ, എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? നമ്മൾ പഠിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസ്? കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്താണ്? എങ്ങനെ ഇത്ര വരുമാനം ഈ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്നു? നമ്മൾ അറിയണ്ടേ? എന്നാലല്ലേ ഇത് ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലല്ലേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം എന്താണ് ഈ ബിസിനസ്, എന്താണ് ഇതിലൂടെ വരുമാനം സമ്പാദിക്കാനുള്ള വഴി, എന്താണ് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക. ഇപ്പൊ ഒരു ഡോക്ടർ MBBS പഠിച്ചു വരാൻ 5 കൊല്ലം സമയം എടുക്കുന്നില്ലേ? 5 കൊല്ലം പഠിച്ച ശേഷമേ ഒരാൾക്ക് ഒരു രോഗിയെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ. 5 കൊല്ലം പഠിച്ചാലും പറ്റില്ല, പിന്നെയുണ്ട് കുറെ. അപ്പൊ ഏത് മേഖലയാണെങ്കിലും അതിൽ പഠിക്കാൻ ഒരു സമയമുണ്ട്. പുറത്തുള്ള മേഖലയ്ക്ക് നമുക്കും തമ്മിൽ എന്താ വ്യത്യാസം? പുറത്ത് പഠിക്കുന്ന കാലത്ത് ഗുണമൊന്നുമില്ല, ചെലവേ ഉള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനല്ല, പഠിക്കുമ്പോഴും വരുമാനം കിട്ടും. എന്താണ്? പഠിക്കുമ്പോൾ റീറ്റെയിൽ ചെയ്യുക, പഠിക്കുമ്പോഴും ബിസിനസ് റെക്കമെൻഡേഷൻ ചെയ്യുക. അപ്പൊ പഠിച്ചുകൊണ്ടേ വരുമാനം സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസ്സിലുള്ളത്. അപ്പോൾ ആദ്യം ഈ ഇൻഡസ്ട്രി എന്താണ്, ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കുക. രണ്ടാമത്, ബിക്കം എ പ്രോഡക്റ്റ് യൂസർ. എന്താണ്? നിർബന്ധമായും പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾ കൊണ്ട് മാത്രമേ ഈ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഒരു ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ ഉണ്ടാവണം? ഫസ്റ്റ് ബൈ ദ പ്രോഡക്റ്റ്, യൂസ് ദ പ്രോഡക്റ്റ്, ലവ് ദ പ്രോഡക്റ്റ്, ദെൻ റെക്കമെൻഡ് ദ പ്രോഡക്റ്റ്. എന്താണ് 4 സ്റ്റെപ്പ്? ഒന്ന് നിങ്ങളൂടെ പറഞ്ഞേ. ബൈ ദ പ്രോഡക്റ്റ്, യൂസ് ദ പ്രോഡക്റ്റ്, ലവ് ദ പ്രോഡക്റ്റ്, ദെൻ റെക്കമെൻഡ് ദ പ്രോഡക്റ്റ്. ഒന്നുകൂടെ പറയും നോക്കട്ടെ. ഇതാണ് സ്റ്റെപ്പ്. ബൈ ദ പ്രോഡക്റ്റ്, യൂസ് ദ പ്രോഡക്റ്റ്, ലവ് ദ പ്രോഡക്റ്റ്, റെക്കമെൻഡ് ദ പ്രോഡക്റ്റ്. നമ്മുടെ ബിസിനസ് ഇത്രയേ ഉള്ളൂ കേട്ടാ. വളരെ സിമ്പിളാണ്. പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, അത് ഉപയോഗിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, 4 ആളോട് പറയുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിൽ? ഏതെങ്കിലും മോശം കാര്യങ്ങളുണ്ടോ അതിൽ? ഇത്രയും ചെയ്താൽ മതി. ഞാനും ഇത്രയൊക്കെ തന്നെ ചെയ്തുള്ളൂ. അപ്പൊ ആദ്യം പ്രോഡക്റ്റ് സ്വയം ഉപയോഗിക്കാൻ പഠിക്കുക. നോക്കൂ, ഇവിടെ പറയുന്ന പ്രധാന കാര്യമുണ്ട്. നിങ്ങൾക്ക് എത്ര കഴിവുണ്ട്, നിങ്ങൾ എത്ര വാചാലനാണ് എന്നുള്ളതല്ല നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം. നിങ്ങൾ എത്ര സംസാരിക്കുന്നുള്ളൂ എന്നല്ല. നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എത്ര റിസൾട്ട് വന്നു എന്നുള്ള നിങ്ങളുടെ വിശ്വാസം ഉണ്ടല്ലോ, അതിലാണ് റിസൾട്ട് വരിക. ഞാൻ ഉപയോഗിച്ചു, എനിക്കത് സൂപ്പർ ആണെന്ന് നമ്മൾ പറയുന്നതാണ് ഏറ്റവും വലുത്. അല്ലാതെ സയന്റിസ്റ്റിന്റെ 100 വീഡിയോ നിങ്ങൾ അയച്ചു കൊടുത്തോ? ഇപ്പൊ നമ്മുടെ സയന്റിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, ലീഡേഴ്സ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ 3 മണിക്കൂർ വീഡിയോ അയച്ചു കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഞാനിത് ഉപയോഗിച്ചു കേട്ടോ, നല്ലതാണെന്ന് പറയുന്നത്. സത്യമാണോ അല്ലേ? അപ്പൊ ഞാൻ ഉപയോഗിച്ചു നല്ലതാണെന്ന് നമ്മൾ ഒരാളോട് പറയണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങുക. ധൈര്യമായിട്ട് ഉപയോഗിച്ചോ. ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങിയ കാലം മുതൽ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ആളാ. ഇതാ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ആള് ചത്തിട്ടില്ല. പിന്നെന്തിനാ പേടിക്കണ്? ആളുകൾക്ക് കൊടുക്കാൻ എന്തിനാ പേടിക്കണ്? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉപയോഗിക്കാതെ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഉൽപ്പന്നം, നമ്മളോ നമ്മുടെ വീട്ടുകാരോ ഉപയോഗിക്കാത്ത ഒരു ഉൽപ്പന്നം വേറൊരാൾക്ക് വിൽക്കരുത്. അത് തെറ്റാണ്. ആസ് പെർ ഡയറക്റ്റ് സെല്ലിംഗ്, നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ നിയമപ്രകാരം
അതല്ലേ സത്യം? അപ്പൊ അതുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളോ പ്രോഡക്റ്റ് ഉപയോഗിക്കുക, അതിനുശേഷം റെക്കമെൻഡ് ചെയ്യുക. അതിന്റെ ബിലീഫ് ഒന്ന് വേറെയാണ്, അതിന്റെ വിശ്വാസ്യത ഒന്ന് വേറെയാണ്. അപ്പൊ എല്ലാവരും പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങുക. നിങ്ങൾ നോക്കൂ, പല സമയത്തും ചില ആളുകൾ പറയാറുണ്ട്, അയ്യോ ഇത് പ്രോഡക്റ്റിന് വില അല്പം കൂടുതലാണല്ലോ, റേറ്റ് കുറച്ച് കൂടുതലല്ലേ. സത്യമാണ്, മൈലേഷൻ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ്, അതിൽ ഒന്നും സംശയമില്ല. പക്ഷേ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യമുണ്ടോ, അതാണ് നോക്കേണ്ടത്. ആ ക്വാളിറ്റിയിൽ വില കുറയ്ക്കാൻ നമുക്ക് പറ്റും, പക്ഷെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ്ഡ് ആവും. നിങ്ങൾക്കറിയാം, 95 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് അമൃതത്തിന് സമമല്ലേ? നിങ്ങൾ പറ, അമൃതത്തിന് സമമാണ് 95 ഹെൽത്ത് ഡ്രിങ്ക്. ആ ഹെൽത്ത് ഡ്രിങ്ക് 1000 രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തരാൻ പറ്റും മൈലേഷൻ മാർക്കറ്റിംഗ് കമ്പനിക്ക്? അപ്പൊ നല്ല ഉൽപ്പന്നം വേണമെങ്കിൽ അല്പം കാശ് കൂടും. കൊടുക്കുന്ന കാശിന് ഉള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന കാശിനുള്ള 100% ക്വാളിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നതാണ്. സോ അതുകൊണ്ട് എല്ലാവരും പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. അടുത്തെന്താ? അടുത്തത് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ വിൽക്കൽ മാത്രമല്ല. ഈ ഒരു ബേസിക് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അത് റിക്രൂട്ട്മെന്റ് കൂടെ ഇതിലൂടെ ചെയ്യണം. എന്താണ്? ഫസ്റ്റ് കുറേ ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക, അതിന്റെ റിസൾട്ട് മനസ്സിലാക്കുക, പിന്നീട് എന്ത് ചെയ്യുക? അവരോട് ബിസിനസ് കൂടെ പറയുക. എന്നെ പോലെ നിങ്ങളും ഒരു ഡിസ്ട്രിബ്യൂട്ടറായി പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് വിൽക്കുന്നതിലൂടെയും നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്കും ഒരു വരുമാന സാധ്യത ഈ ബിസിനസ്സിലുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തോ, അങ്ങനെ പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള ശ്രമം കൂടെ നിങ്ങൾ നടത്തണം. അതിന് ഒരു ലിസ്റ്റ് എടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ ട്രെയിനിങ്ങിലും പറഞ്ഞു തരുന്ന കാര്യം കേട്ടോ. വീണ്ടും വീണ്ടും ഇത് പറയുന്നത് ഈ ഒരു കാര്യം ചെയ്താലേ ഈ ബിസിനസ്സിൽ സക്സസ് ആവൂ എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ കാര്യം ചെയ്യാതെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പൊ ഈ സ്റ്റെപ്പ് നമ്മൾ ആദ്യം പറയലല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതാണ് നമ്മുടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ലിസ്റ്റ് മേക്കിംഗ് എന്ന് പറയും ഇതിനെ. ചുരുങ്ങിയത് ഒരു 100-150 പേരുടെ എങ്കിലും നെയിം ലിസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെക്കണം നിങ്ങളൊരു ഡയറിയിൽ. ആ നെയിം ലിസ്റ്റ് എഴുതി വെച്ച് ആളുകളോട് ഓരോരുത്തരായിട്ട് നെയിം ലിസ്റ്റ് നമ്മൾ എഴുതി വെക്കുന്നേ ഉള്ളൂ. 150 പേരോടും സംസാരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ആ ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതൊരു ധൈര്യമാണ്, ഇല്ലേ? ഒരു 150 ആളുടെ പേര് നമ്മുടെ ഡയറിയിൽ ഉണ്ടെങ്കിൽ ഒരു 4 പേര് നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷമിക്കുവോ? വിഷമിക്കില്ല. 146 വീണ്ടും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു 58, 100, 150 പേരുടെ ലിസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. ആരുടെയൊക്കെ? ഇവിടെ ഒരു ആരോട് ഈ ബിസിനസ് പറയണോ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അതായത് പ്രൊഡക്റ്റ് പറയേണ്ട ആളുകൾ വേറെ, ബിസിനസ് പറയേണ്ട ആളുകൾ വേറെയാണ്. ഇത് രണ്ടും തമ്മിൽ കൂട്ടി കുഴയ്ക്കാറുണ്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. സങ്കടകരമാണ് ചില സമയത്തൊക്കെ. നേരെ സീരിയസ് ആയിട്ട് ICUവിൽ കിടക്കുന്ന ആൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പോയിട്ട് അയാളോട് പോയിട്ട് ബിസിനസ് പറയുക. അപ്പൊ അവരുടെ ആവശ്യം അസുഖം ഭേദമായിട്ടൊന്ന് വീട്ടിലേക്ക് വരിക എന്നുള്ളതാണ്. വരുമാനം, കാശൊക്കെ രണ്ടാമത് അവരെ സംബന്ധിച്ച്. അവരോട് പോയിട്ട് ഈ ബിസിനസ് പറയരുത്, അവരോട് പ്രോഡക്റ്റേ പറയാവൂ. അതും ICUവിൽ കിടക്കുന്ന ആളോട് മിണ്ടരുത്, അത് ഡോക്ടർ നോക്കേണ്ട കേസാണ്. അപ്പൊ ഒരു ആരോഗ്യം ശരിയില്ലാത്ത ഒരാളോട് ബിസിനസ് അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അവർക്ക് പ്രോഡക്റ്റ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റ് ആരോട് പറയണം, അതൊരു ലിസ്റ്റ് എഴുതുക. ബിസിനസ് ആരോട് പറയണം, അതിനൊരു ലിസ്റ്റ് എഴുതുക. എന്നിട്ട് ബിസിനസ് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്തോ ചെയ്തില്ലയോ അത് അവരുടെ ഇഷ്ടം. പക്ഷേ ബിസിനസ് പറഞ്ഞ എല്ലാവരോടും നിങ്ങൾക്ക് പ്രോഡക്റ്റും പറയാവുന്നതാണ്. അതുകൊണ്ട് പ്രോഡക്റ്റ് പറയാത്ത ആളെന്നൊരാള് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എല്ലാവരോടും പ്രൊഡക്റ്റ് പറഞ്ഞോ, പക്ഷെ ബിസിനസ് എല്ലാവരോടും പറയാൻ പറ്റില്ല. അതിനും സെപ്പറേറ്റ് ആയിട്ടൊരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. പിന്നെ പരിചയമില്ലാത്ത ആളോട് പോലും നിങ്ങൾ ബിസിനസ് സംസാരിക്കരുത്. എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. നിങ്ങളെ ലിസ്റ്റിലുള്ള എല്ലാം തീർന്ന ശേഷം മാത്രമേ ഇതുപോലെയുള്ള കടും കൈകൾക്ക് മുതിരാവൂ. ഞാന് തുടക്കത്തില്
തുടക്കത്തില് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ പരിചയമുള്ള ഒരാളാ. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് പ്രോഗ്രാംസിനൊക്കെ വരാറുണ്ട്, എപ്പോഴെങ്കിലും കാണും. അങ്ങനെ കാണുന്ന സമയത്ത് വലിയ അച്ചീവ്മെന്റോ റാങ്കുകളോ ഒന്നും വരുന്നില്ല പുള്ളിക്ക്. അപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്ത്, ഹാളിന് പുറത്ത് വെയിറ്റ് ചെയ്യുക പുള്ളി. അപ്പൊ നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, എന്തൊക്കെയാണ് റാങ്ക്, എന്താ വിശേഷം? അപ്പൊ റാങ്ക് ഒന്നും ആയില്ല സാറേ. അപ്പൊ നിങ്ങൾ ബിസിനസ്സിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ, ഞാൻ എല്ലാ പ്രോഗ്രാമിലും നിങ്ങളെ കാണുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ പുള്ളി പറഞ്ഞു, അതെ സാറേ, ഞാൻ ബിസിനസ് വന്നിട്ട് 6 മാസമായി, പക്ഷെ എൻ്റെ ടീമിൽ ഒരാൾ പോലും വന്നിട്ടില്ല. അപ്പൊ 6 മാസമായി കഴിഞ്ഞാൽ ഒരാൾ പോലും നിങ്ങളുടെ ടീമിൽ വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമല്ലോ. കാരണം 6 മാസം കൊണ്ട് STC ആയ ആളുകളെ എനിക്കറിയാം, 6 മാസം കൊണ്ട് എമറാൾഡ് എക്സിക്യൂട്ടീവ് ആയ ആളുകളെ എനിക്കറിയാം. അപ്പൊ 6 മാസം കൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലും വന്നില്ലെങ്കിൽ എന്തെങ്കിലും അപാകതകൾ കാണും, ചെയ്ത രീതിയിൽ എന്തെങ്കിലും. അപ്പൊ പൊതുവെ ചില ആളുകൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും സംസാരിക്കില്ല, ബിസിനസ്സിൽ വരും, പ്രോഡക്റ്റ് ഉപയോഗിക്കും, ഇത് ബിസിനസ് ആയിട്ടൊന്നും ചെയ്യില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആരോടും പറഞ്ഞു കാണില്ല, അപ്പൊ അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചതാണ്. ഒരു ഒരു 100 ആളുടെ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് പറയാൻ തുടങ്ങുക, അപ്പോൾ ടീം വരും എന്ന് പറയാൻ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞു, സാറേ, ഒരു 200-300 ആളുകളോട് ഞാൻ പറഞ്ഞു, പക്ഷെ ഒരാൾ പോലും വന്നില്ല. അപ്പൊ 300 ആളുകളോട് പറഞ്ഞു എന്ന് പറഞ്ഞ ആളോട് ഞാൻ എങ്ങനെ 100 ആളുകളോട് പറയാൻ പറയാ? അപ്പൊ എനിക്ക് വീണ്ടും അതിശയായി. കാരണം 300 ആളോട് പറഞ്ഞിട്ട് ഒരാൾ പോലും ബിസിനസ് വന്നില്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, ഈ 300 പേരെന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന്. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്, എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളാണ് ഈ 300 പേരെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ അയൽവാസികളോ പരിചയക്കാരോ നിങ്ങളുടെ കൂടപ്പുറപ്പുകളൊക്കെ ഇല്ലേ? അപ്പൊ അവരോടല്ലേ ആദ്യം സംസാരിക്കേണ്ടത്. അപ്പൊ അതിന് പുള്ളി പറഞ്ഞ മറുപടി, സാറേ, കൂടപ്പുറപ്പുകളോടൊക്കെ ഈ ബിസിനസ് പറഞ്ഞിട്ട് നാളെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കൂടപ്പുറപ്പുകളുടെ മുഖത്ത് പിന്നെയും നോക്കണ്ടേ, അതുകൊണ്ട് കൂടപ്പുറപ്പിനോട് പറഞ്ഞില്ല. ഓക്കെ, നിങ്ങളുടെ അയൽവാസികളോട്, അയ്യോ, ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ അയൽവാസികളുടെ മുഖത്ത് നോക്കണ്ടേ, അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല, അയൽവാസികളോടും പറഞ്ഞില്ല. ബന്ധുക്കളോടും പറഞ്ഞില്ലേ, ബന്ധുക്കളോടും പറഞ്ഞില്ല. പ്രൊഡക്റ്റ് കഴിച്ചിട്ട് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഈ ബന്ധുക്കളുടെ അടുത്ത് പോയിട്ട് നമ്മൾ സമാധാനം പറയണ്ടേ. അപ്പൊ ഞാൻ തനിയെ തോളി കൈയിട്ട് പോയിട്ട് തനിയെ പോയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ആദ്യം നിങ്ങൾ ഇതൊന്ന് വിശ്വസിക്കേ. നിങ്ങൾ വിശ്വസിക്കാതെ നിങ്ങൾ നാട്ടുകാരടുത്ത് പോയിട്ട് ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് പുള്ളിക്കാരൻ എവിടെയോ ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളോട് പറഞ്ഞിരിക്കണമെന്നാണ് തോന്നുന്നത് എനിക്ക്, 300 പേരോട്. അപ്പോൾ പ്രൊഡക്റ്റിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക്, ബിസിനസ്സിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വേറെ ആളോട് പറയാൻ പറ്റും? അതും ഒരു പരിചയമില്ലാത്ത ആളുകളോട്. അത് തെറ്റാണ്. നോക്കൂ, മനോജ് യൂണിവേഴ്സൽ ടീം കോർഡിനേറ്ററാണ് ഞാൻ ഇന്ന്. എനിക്ക് ഈ അവസരം, ബിസിനസ് അവസരം തന്നത് എൻ്റെ സ്വന്തം സഹോദരനാണ്. അദ്ദേഹം ഇന്ന് ബ്ലൂ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ് മൈലേഷൻ മാർക്കറ്റിംഗ് കമ്പനിയിലെ. അപ്പൊ ഈ പ്രൊഡക്റ്റിലോ ഈ ബിസിനസ്സിലോ വിശ്വാസം ഇല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് ഈ അവസരം തരില്ലായിരുന്നല്ലോ. ബിസിനസ്സിൽ ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ അവസരം അദ്ദേഹം തന്നത്. അതേപോലെ നിങ്ങൾ ഈ ബിസിനസ്സിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എങ്കിൽ, നിങ്ങൾ ഈ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായ വിശ്വാസമുണ്ട് എങ്കിൽ, നിങ്ങൾ ആദ്യം ഈ ബിസിനസ് അവസരം കൊടുക്കേണ്ടത് നിങ്ങളുടെ കൂടപ്പുറപ്പിനും നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്കാണെന്നേ ഞാൻ പറയൂ. അതുകൊണ്ട് പ്ലീസ്, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ആയിരിക്കണം നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. അടുത്തത് എന്താ? ലേൺ സിമ്പിൾ ഇൻവിറ്റേഷൻ സ്കിൽസ്. എന്താണ്? കുറെ ആരോട് പറയണം, ആരോട് പറയണ്ട എന്ന് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇത് കാർഡ് തുറന്ന് വെടിവെച്ച പോലെ മൊത്തത്തിൽ കാണുന്നവരോടൊക്കെ അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു ഹമ്പിൾ റിക്വസ്റ്റ് നിങ്ങളോട്, പറയേണ്ട 2 വാക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്താ അറിയോ? ഞാൻ പുതിയൊരു ബിസിനസിനെ കുറിച്ച് കേട്ടു കേട്ടോ, കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ച എൻ്റെ കൂടെ നീ ഒന്ന് വരണം. എന്നാണോ നിങ്ങളുടെ ഏരിയയിൽ ഒരു GTS ആ ദിവസം, ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ, എൻ്റെ കൂടെ നീ ഒന്ന് വരണം. ഇത്രയും മാത്രമേ ഒരാളോട് സംസാരിക്കാവൂ. പ്ലീസ്. വേറെന്ത് പറയാം? അതെ, ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു കൂട്ടാ, എന്താ ക്വാളിറ്റി, അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് വീട്ടിലിരിക്കും, ഞാൻ ഈ പ്രോഡക്റ്റിലെ എൻ്റെ ഒരു സീനിയറെ ഞാൻ വിളിച്ചിട്ട് വരാം. ഇത്രയേ പറയാവൂ. ഇതിന്ന് കൂടുതൽ അമിത ആവേശം കാണിച്ചത് കംപ്ലീറ്റ് കഥയും പോയി പറയുക. ആകെ അറിയാവുന്നത് എന്താ?
നമ്മൾ ഒരു സിനിമ സിനിമ കണ്ടു, ലോക സിനിമ കണ്ടു. സിനിമ കണ്ട് പോയ ഉടനെ ആ സിനിമ മുഴുവൻ ഒരാളോട് ഇരുന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ? കേൾക്കുന്ന ആൾക്ക് എണീറ്റ് ഓടാനല്ലേ തോന്നുള്ളൂ. ഇതാണ് പല സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബിസിനസ്സിൽ വന്ന ഉടനെ തന്നെ ആളുകളെ കാണാൻ ഓടുക. അങ്ങനെ ഓടിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ ബിസിനസ്സിൽ ആരോട് എന്ത് പറയണം, എന്ത് പറയരുത് എന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളോടൊപ്പമേ നിങ്ങൾ ഫീൽഡിലോട്ട് പോകാൻ പാടൂ. 4 രീതിയിൽ ഒരാൾക്ക് ഈ ബിസിനസ് നിങ്ങൾ പരിചയപ്പെടുത്താം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? 4 രീതിയിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ഒരാളെ പരിചയപ്പെടുത്താം. 1, GTS സെന്റർ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മീറ്റിംഗ് സെന്ററിൽ കൊണ്ടുപോയി ഇരുത്തി മനസ്സിലാക്കി കൊടുക്കാം. സ്റ്റെപ്പ് 1. അടുത്ത ഓപ്ഷൻ ഹോം മീറ്റിംഗ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പരിസരത്തുള്ള 4 5 പേരെ ഇരുത്തിക്കൊണ്ട് ഈ ബിസിനസ്സിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സീനിയർ ലീഡേഴ്സിനെ വരുത്തി അവരെ കൊണ്ട് ഈ ബിസിനസിന്റെ അവസരങ്ങളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയാം. ഹോം മീറ്റിംഗ് എന്നാണ് അതിനെ പറയുക, അല്ലെങ്കിൽ ഹൗസ് മീറ്റിംഗ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മെഗാ കൺവെൻഷൻസ് അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ്സ്. ഓൺലൈനിലെ സൂം GTS അല്ലെങ്കിൽ മെഗാ കൺവെൻഷനിലോ അവരെ പങ്കെടുപ്പിച്ച് നിങ്ങൾക്ക് ഈ ബിസിനസ് അവസരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. 4മത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 2 to 1 എന്നാ പറയുക. ആരോടാണോ ബിസിനസ് പറയാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വീട്ടിൽ നിങ്ങളോ പ്ലസ് നിങ്ങളുടെ സീനിയർ ലീഡേഴ്സ് 2 3 പേര് ഒരുമിച്ച് പോയി ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്രയും സ്റ്റെപ്പുകളാണ് ഒരാളോട് ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ എവിടെയും നിങ്ങൾ തനിയെ പോയി ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ തനിയെ പോയാൽ താങ്കൾക്ക് എന്താ എന്ന് ചോദിക്കരുത്. നിങ്ങൾ തനിയെ പോയി സംസാരിച്ച് 100 പേരെ കണ്ടു കഴിഞ്ഞാൽ 2 പേരെ റിസൾട്ടിലേക്ക് എത്തുള്ളൂ. പക്ഷേ നിങ്ങൾ സീനിയർ ലീഡറുടെ കൂടെയാണ് ഈ ബിസിനസ് അവസരമായിട്ട് പോകുന്നത് എങ്കിൽ 100 പേരോട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60% റിസൾട്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതേ നിങ്ങൾ GTSലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 70% റിസൾട്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതേ നിങ്ങൾ മെഗാ പ്രോഗ്രാംസ് മെഗാ കൺവെൻഷനിൽ കൊണ്ടുപോവുകയാണെങ്കിൽ 80% റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് എൻ്റെ റിക്വസ്റ്റ്, മൈ ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നിങ്ങൾ സക്സസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് നടക്കുന്ന GTS സെന്ററിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ വ്യക്തികളെ കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ളതാണ്. അത് ഒരു റോങ് മെത്തേഡാണെന്നോ അത് വലിയ റിസൾട്ട് തരുന്നില്ലെന്നോ അതൊന്നും ഒരു കാര്യമില്ല എന്നോ ദയവ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 നൂറ്റാണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. GTS സെന്ററിൽ ആളുകളെ കൊണ്ടുപോയി ഇരുത്തിയാലാണ് നിങ്ങളുടെ റിസൾട്ടിന്റെ റേഷ്യോ കൂടുക. സോ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും GTS സെന്ററുകൾ ഉപയോഗിക്കുക. അവിടേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ബിസിനസ്സോ ഓപ്പർച്യൂണിറ്റിയോ കാര്യങ്ങളോ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ പറയാറില്ലേ, സാറേ വിളിച്ചാൽ ഫോൺ എടുക്കണില്ല, വിളിച്ചാൽ എന്നോട് മിണ്ടണില്ല, എന്താ മിണ്ടാത്ത്? കാരണം അങ്ങോട്ട് മിണ്ടാനുള്ളത് മുഴുവൻ നമ്മൾ മിണ്ടിക്കഴിഞ്ഞു. അങ്ങോട്ട് പറയാനുള്ളത് മുഴുവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി അങ്ങോട്ട് കേൾക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചെടുക്കാത്തത്. എന്നാൽ നല്ലൊരു കാര്യമുണ്ട്, ഞാൻ പിന്നെ പറയാട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഫോൺ കട്ട് ചെയ്ത് നോക്ക്. അപ്പൊ വിളി ഇങ്ങോട്ട് വരും. അതെന്താ മനസ്സിലാക്കാത്തത്? ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ബിസിനസ് ചെയ്യിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നതിലാണ് തെറ്റ്. ആ ജോലി നമ്മുടെ സീനിയർ ലീഡേഴ്സ് ചെയ്യും. സോ പ്ലീസ് ഇങ്ങനെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ബിസിനസ്സിന് കുറച്ച് ടൂളുകൾ ഉണ്ട്. ആ ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തൊക്കെ നോക്കൂ. യൂസ് ടൂൾസ്, ഡോണ്ട് ടോക്ക് ടു മച്ച്. നിങ്ങൾ ചില ടൂളുകൾ ഉപയോഗിക്കൂ, ഒരുപാട് സംസാരിക്കല്ലേ. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഒരു വേദനാജനകമായിട്ടുള്ള സത്യം ഞാൻ പറയാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ സംസാരിക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ളതാണല്ലോ പൊതുവെ. എന്നാൽ ഞാനൊരു സീക്രട്ട് പറയട്ടെ.
നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ബിഗിനിങ് സ്റ്റേജിൽ കൂടുതൽ സംസാരിക്കുന്ന ആളുകൾക്ക് ബിസിനസ് വരില്ല. നിങ്ങൾ ഏതാ കാറ്റഗറി? എനിക്കറിയില്ല. ബിഗിനേഴ്സിന് കൂടുതൽ സംസാരിക്കുന്ന ആളുകൾക്ക് റിസൾട്ട് കുറയും. ഓക്കെ, അപ്പൊ എന്ത് വേണം? ഒരു ക്യൂരിയോസിറ്റി സൃഷ്ടിച്ചെടുക്കുക എന്നാ പറയുക അതിനെ. ഒരു ആകാംക്ഷ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കൂ, ഷോർട്ട് വീഡിയോസ് അയച്ചു കൊടുക്കുക. നമ്മൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്. നമുക്ക് ഫേസ്ബുക്ക് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഷോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനലുണ്ട് ഫേസ്ബുക്കിൽ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇന്ത്യ ഷോപ്പിയുടെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളുടെയും ഷോർട്ട് വീഡിയോസ് ഉണ്ട്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റാറ്റസ് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഈ പ്രോഡക്റ്റ് അയക്കാം. അങ്ങനെ വീഡിയോ അയക്കുമ്പോൾ എന്താണ്, ഇങ്ങോട്ട് ചോദ്യം വരും, ഇതെന്താ സാധനം എന്ന്. അപ്പം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ? ആദ്യം തന്നെ നമ്മൾ വിളിച്ച് അതുണ്ട് എൻ്റെ കയ്യിൽ, ഇതുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ വാങ്ങുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി അവരോട് സംസാരിക്കുന്നതായിട്ടേ ഒരു പുതിയൊരാൾക്ക് തോന്നൂ. അതിന് പകരമായിട്ട് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളുടെ ബ്രോഷറോ കാറ്റലോഗോ പ്രസന്റേഷനോ വീഡിയോസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് എന്താണെന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങോട്ട് പറയുന്ന സമയത്ത് ആക്സെപ്റ്റൻസ് കൂടും. സോ അതുകൊണ്ട് ടൂളുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തെന്താ? നിങ്ങളുടെ സീനിയർ ലീഡേഴ്സിനോടൊപ്പം മാത്രം ബിസിനസ് സംസാരിക്കാൻ പോവുക. ദയവ് ചെയ്ത് തനിയെ പോയി കഷ്ടപ്പെടരുത്. അതിനല്ലേ ലീഡേഴ്സ് ഉള്ളത്. നമ്മളെയൊക്കെ ലീഡേഴ്സ് ബിസിനസ്സിൽ കൊണ്ടുവന്നില്ലേ? കുറച്ച് അവരെയും ബുദ്ധിമുട്ടിക്ക്. ലീഡേഴ്സിനും പണി കൊടുക്കണ്ടേ? അപ്പൊ ലീഡേഴ്സിന് പണി കൊടുക്കാൻ എന്ത് വേണം? നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ ലീഡേഴ്സിനെയും കൊണ്ടുപോവുക. എല്ലാവരും ഹാപ്പിയാണ് വരാൻ. കാരണം മൈലേഴ്സ് മാർക്കറ്റിംഗ് കമ്പനി നമ്മുടെ ലീഡേഴ്സ് എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. എല്ലാ ലീഡേഴ്സും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. നോക്കൂ, അറ്റൻഡ് എവറി മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ്. എന്നോട് മനോജ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ജയിക്കാൻ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ക്വാളിറ്റിയിൽ ആദ്യത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആലോചിക്കാതെ പറയുന്നൊരു ഉത്തരമുണ്ട്. പറയട്ടെ. മൈലേഴ്സ് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ഒരാൾ വിജയിക്കാനായി അടിസ്ഥാനമായിട്ട് വേണ്ട ക്വാളിറ്റി 1000 ക്വാളിറ്റി വേണം കേട്ടോ ഇതിൽ ജയിക്കണമെങ്കിൽ. പക്ഷെ അതിൽ ആദ്യത്തെ ക്വാളിറ്റി ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ആലോചിക്കാതെ പറയുന്ന ഉത്തരമാണ്, നിങ്ങൾക്ക് മൈലേഴ്സ് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ വിജയിക്കണോ, കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലും അറ്റൻഡ് ചെയ്തോ. അത് എനിക്കറിയാം, അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്പം വിഷമമുള്ള കാര്യമാണ്, കുറച്ച് കാശ് ചെലവുള്ള കാര്യമാണ്, ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ അതിലുപരി നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സ്ഥാനത്ത് നമുക്ക് എത്തണ്ടേ? വേണ്ടേ? നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്ഥാനം ഉണ്ടല്ലോ. മൈലേഴ്സ് മാർക്കറ്റിംഗ് ബിസിനസ് ഞാൻ എന്തിനു ചെയ്യുന്നു നിങ്ങൾക്കറിയാമത്. അപ്പോൾ നിങ്ങൾ മൈലേഴ്സ് മാർക്കറ്റിംഗ് ബിസിനസ് എന്തിനു ചെയ്യുന്നു ആ സ്ഥാനത്ത് നമ്മൾ കയറി ഇരിക്കണമെങ്കിൽ ഈ മീറ്റിങ്ങും ട്രെയിനിങ്ങും ഇല്ലാതെ നടക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, മീറ്റിങ്ങും ട്രെയിനിങ്ങും എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. എന്ത് തിരക്കാണേലും. ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയുന്നത് കേൾക്കാറുണ്ട്, സാറേ ഇന്ന് പോയി കഴിഞ്ഞാൽ ഒരു 10,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങും ഒരാള്, മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ പോയിക്കോട്ടെ. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് തെറ്റല്ല. പക്ഷേ ഭാവിയിൽ നിങ്ങൾ നല്ലൊരു ലീഡർ ആവണമെങ്കിൽ ആ 10,000 രൂപയേക്കാൾ ഏറ്റവും വലുതാണ് അന്ന് നടക്കുന്ന മീറ്റിങ്ങോ ട്രെയിനിങ്ങോ. കാരണം പല ആയിരങ്ങൾ ബിസിനസ് എങ്ങനെ വീണ്ടും എടുക്കാം എന്ന് പഠിപ്പിക്കലാണല്ലോ ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും. ആ 10,000 രൂപയാണ് വലുതെന്നും പറഞ്ഞ് അതിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10,000 രൂപയോട് കൂടിയിട്ട് നമ്മുടെ ബിസിനസ് നിൽക്കും. നമ്മൾ അതിനു വേണ്ടി അല്ലല്ലോ ഈ ബിസിനസ്സിലോട്ട് വന്നത്. അതുകൊണ്ട് പ്ലീസ്, നടക്കുന്ന എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ, എല്ലാ മീറ്റിങ്ങുകളിലും, സൂം മീറ്റിങ്ങുകളാണെങ്കിലും ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിലും ഇത് ഒരു മീറ്റിംഗ് പോലും നിങ്ങൾ മിസ്സാക്കരുത്. പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും മീറ്റിംഗ് പോവാതിരുന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ മീറ്റിങ്ങിന് വരാതാവും. അതങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ പോയാലല്ലേ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ആളുകൾക്ക് ഇത് സിസ്റ്റമാണെന്ന് അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് മീറ്റിംഗ് ട്രെയിനിങ്ങുകൾ മിസ്സാക്കരുത്. ശരിയല്ലാത്ത കാര്യം ഇത് ശരിയല്ലെന്ന് നിങ്ങളുടെ സീനിയർ പറഞ്ഞാൽ അപ്പം അത് തിരുത്തിക്കോണം പ്ലീസ്.
ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പറ്റിയ ബിസിനസ് അല്ല ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. ഞാൻ ചെയ്യുന്നത് ശരിയല്ലെന്ന് എൻ്റെ സീനിയർ ലീഡർ പറയുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്ത് തിരുത്താൻ ശ്രമിക്കുന്നവർക്കുള്ളതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങളുടെ സീനിയർ ലീഡറിനോട് ചോദിക്കുക. ആ സീനിയർ ലീഡർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് തിരുത്തുക. നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. അടുത്തെന്താ, ഏത് കാര്യങ്ങളിലും നമ്മൾ മിങ്കിൾ ആവാൻ ശ്രമിക്കണം കേട്ടോ, അഡാപ്റ്റ് ആവുക. സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് എല്ലാത്തിനും നമ്മൾ എന്താ പറയുക, എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. ഈ ബിസിനസ്സിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ചിലപ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരിക്കും ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ്. പെട്ടെന്ന് ദേഷ്യം വരും. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറുപടി പറയില്ല, പിന്നെ അയാളുടെ മുഖത്ത് നോക്കില്ല. ചില ആളുകൾ അങ്ങനെ പറയാറില്ലേ, ഞാൻ അവളുടെ മുഖത്തിന് നോക്കില്ല എന്നൊക്കെ. അങ്ങനെയുള്ള ക്യാരക്ടർ ഒന്നും എവിടെ പറ്റില്ല, നമ്മുടെ ബിസിനസ്സിൽ പറ്റില്ല. അപ്പൊ അതുപോലെ അല്ലാതെ നമ്മൾ എന്ത് വേണം, ഏത് സാഹചര്യങ്ങളാണെങ്കിലും ആ സാഹചര്യത്തോട് കൂടിയിട്ട് മിങ്കിൾ ആവാൻ ശ്രമിക്കണം. അങ്ങനെ ആകുന്ന സമയത്ത് എന്താവും, ആളുകൾക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. കുറെ ആളുകൾ നമ്മുടെ കൂടെ ബിസിനസ്സിൽ വരാൻ തയ്യാറാവും. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്താ, സ്റ്റേ കൺസിസ്റ്റന്റ്. എന്താണ്, ഒരു ദിവസം 1% നിങ്ങൾ വളരണം. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താണ്, ഒരു ദിവസം 1%. നോക്കൂ, ഒരു ദിവസം ഒരു 10 ആളുകൾക്കെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കണം. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെസ്സേജ് ഒരു 10 പേർക്കെങ്കിലും, പ്രോഡക്റ്റിന്റെ വീഡിയോയോ പ്രോഡക്റ്റിന്റെ ബ്രൗഷറോ പ്രോഡക്റ്റിന്റെ റിസൾട്ടോ എന്തെങ്കിലും ആയിട്ട് ഒരു മിനിമം 10 ആൾക്കെങ്കിലും നിങ്ങളുടെ ബിസിനസ് പ്രസന്റേഷൻ പോകണം. 2 ആൾക്കെങ്കിലും ഒരു ദിവസം പ്രോഡക്റ്റ് കൊടുക്കണം. ഞാനിത് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാ അറിയോ? ആർക്ക് വേണ്ടിയിട്ടാ? മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ എനിക്ക് എന്തെങ്കിലും ആകണമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു ദിവസം 2 പേരോടെങ്കിലും നിങ്ങൾ ഈ ബിസിനസ് സംസാരിച്ചിരിക്കണം, പ്രോഡക്റ്റ് കൊടുത്തിരിക്കണം. ശ്രമിക്ക്, നടക്കാത്ത ഒരു കാര്യമില്ല. ഒരു ദിവസം 1% നമ്മൾ വളരണം. കുറെ ബുക്സ് വായിക്കുക, ഇത് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്റ്റേയിങ് മോട്ടിവേറ്റഡ്. എന്താണ്, ഡോണ്ട് ക്വിറ്റ് ടു ഏർലി. ദയവ് ചെയ്ത് പെട്ടെന്ന് നിർത്തിപ്പോകല്ലേന്ന്. ദയവ് ചെയ്ത് പെട്ടെന്ന് നിർത്തിപ്പോകല്ലേന്ന്. ഇതില് ഈ പല ആളുകളുണ്ട്. ഈ നമ്മളിപ്പോ ഈ ഒരാള് കിണർ കുഴിക്കുമല്ലോ, കിണർ തോണ്ടുന്ന സമയത്ത് 10 അടി തോണ്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് വെള്ളം കിട്ടും. നമ്മൾ തോണ്ടി 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 10 അടിയായി വെള്ളമില്ല, 11 അടി വെള്ളമില്ല. അപ്പൊ എന്തായി, സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ പരിപാടി നിർത്തും. പക്ഷെ 11.5 അടിയിൽ വെള്ളം ഉണ്ടായിരുന്നു, ഒന്നുകൂടെ തോണ്ടായിരുന്നില്ലേ? ഇങ്ങനെ ഈ 10 അടി തോണ്ടിയിട്ട് നിർത്തി പോകുന്നവരാണ് നമ്മുടെ ബിസിനസ്സിൽ കുറെ ആളുകൾ. നിങ്ങൾ തന്നെ നോക്കിക്കോ, ചില ആളുകളെ നിങ്ങൾ ഭാവിയിൽ കാണാം. ഞാനൊരു കാലത്ത് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ചെയ്തിരുന്നു, എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എത്ര ദിവസം ചെയ്തു? ഞാനൊരു 6 മാസം ചെയ്തു, ഒരു 3 മാസം ചെയ്തു, ഞാനൊരു 2 മാസമൊക്കെ ചെയ്തു നോക്കി. അങ്ങനെ 2 മാസം ചെയ്ത ഉടനെ കോടീശ്വരനാകാൻ പറ്റിയ ബിസിനസ് ആണോ ഈ ബിസിനസ്? അങ്ങനല്ലല്ലോ. അതുകൊണ്ടല്ലേ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാമെന്ന് പറയാനുള്ള കാരണം. ഇത് അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാവാൻ പറ്റിയ ബിസിനസ് അല്ല. ഇത് മണി ചെയിൻ ബിസിനസ് അല്ല. ഇത് ക്രിപ്റ്റോ കറൻസി പോലെ മാജിക് ബിസിനസ്സുകളല്ല. നീ 10 ലക്ഷം തായോ നിനക്ക് 1 കോടി ആക്കി തരാം, 1 ലക്ഷം തായോ നിനക്ക് 10 കോടി ആക്കി തരാം എന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ആളുകളുടെ പൈസ പറ്റിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ? അതുപോലെയുള്ള പറ്റിക്കൽ പണികളല്ല ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്തേ വരൂ. നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നമ്മൾക്ക് ഇവിടെ വരുള്ളൂ. അതിന് കുറച്ച് സമയമെടുക്കും. ആ സമയമെടുക്കും എന്ന് മനസ്സിലാക്കി അതിനുള്ള ക്ഷമ കൂടെ കാണിച്ചിട്ട് വേണം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം നോക്കി, ഇത് വിട്ടുപോയി, പിന്നെ വേറെന്തെങ്കിലും ജോലി ചെയ്തു, പിന്നെ വേറെന്തെങ്കിലും ചെയ്തു, അങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കലല്ലോ ജീവിതം. നോക്കൂ, 1 രൂപ പോലും വരുമാനമില്ലാതെ 9 മാസങ്ങൾ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. 1 രൂപ വരുമാനം ഇല്ലാതെ 9 മാസം വർക്ക് ചെയ്തിട്ടും എൻ്റെ ടീമിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലും വന്നിട്ടില്ല. 9 മാസം 1 രൂപ പോലും വരുമാനമില്ലാതെയും മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസ്സാണ് എൻ്റെ ജീവിതം, ഈ ബിസിനസ്സേ ഞാൻ ചെയ്യൂ എന്ന് തീരുമാനം എടുത്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ടല്ലേ എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത്. വിട്ടിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ സാധ്യതകൾ ഉണ്ടായിരുന്നു വിട്ടിട്ട് പോകാനായിട്ട്.
നിർത്തിപ്പോകാനാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു എനിക്ക് നിർത്തിപ്പോകാനായിട്ട്. പക്ഷെ അന്നൊന്നും ഒരിക്കലും ഇത് നിർത്തില്ല എന്ന് തീരുമാനം എടുത്തതിന്റെ ഫലമല്ലേ ഇന്നത്തെ അച്ചീവ്മെന്റ് നിങ്ങളോട് പറയാൻ പറ്റിയത്. ഇവിടെ നോക്കൂ, പറയുന്നു 90 ദിവസമെങ്കിലും പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റിവെക്കണം. ആദ്യത്തെ 90 ദിവസം എന്ത് ചോദിച്ചാലും നിങ്ങൾക്കത് പറയാൻ പറ്റണം. അടുത്തെന്താ, 6 മാസം നിങ്ങളുടെ സ്കില്ല് വളർത്താനായിട്ട് നിങ്ങൾ പഠിക്കണം. 1 വർഷം കഴിഞ്ഞാലേ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരൂ. ശരാശരി ഒരാളുടെ കാര്യമാണ് പറയണത്. അതുവരെയും ക്ഷമയില്ല ആർക്കും. അപ്പൊ ഇന്ന് നോക്കിയ പോയിന്റുകൾ ഏതൊക്കെയാണ് നോക്കൂ, സമ്മറൈസ് ചെയ്യാം നമുക്ക്. ആദ്യം ലേൺ ദ ബിസിനസ്. ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുക. യൂസ് ദ പ്രോഡക്റ്റ്. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുക. അടുത്തെന്താ, ബിൽഡ് യുവർ കോണ്ടാക്ട് ലിസ്റ്റ്. നിങ്ങൾ ആരോടൊക്കെ ബിസിനസ് സംസാരിക്കണം എന്നുള്ള 100-150 പേരുടെ പേര് എഴുതിയിട്ട് ഓരോരുത്തരോടായിട്ട് ബിസിനസ് സംസാരിക്കാൻ തുടങ്ങുക. അടുത്ത് ലേൺ സിമ്പിൾ ഇൻവൈറ്റിംഗ്. ഒറ്റയ്ക്ക് തനിയോ പോയിട്ട് ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ബിസിനസിന്റെ സക്സസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. പോകുന്ന സമയത്താണെങ്കിൽ ഗ്രൂപ്പായിട്ട് പോവുക. നിങ്ങളുടെ സീനിയറോടൊപ്പം വേണം പോവാൻ. മീറ്റിങ്ങിലേക്കോ മറ്റോ കാര്യങ്ങൾക്കോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ 2 വാക്കിൽ മാത്രം നിർത്തുക. കൂടുതൽ സംസാരിക്കുന്ന ആൾക്ക് ബിസിനസ് കുറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എല്ലാവരും ഓർമ്മയിൽ വയ്ക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുക. അടുത്ത യൂസ് ടൂൾസ്, നോട്ട് ബിഗ് എക്സ്പ്ലനേഷൻസ്. വീണ്ടും അത് തന്നെയാണ് പറയണത്. സിമ്പിൾ ആയിട്ടുള്ള ടൂളുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൂടുതൽ നിങ്ങൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ സ്ലോ ആയി പോകും. 6-മത് എന്താണ് പറഞ്ഞത്, അറ്റൻഡ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ്സ്. എത്രത്തോളം മീറ്റിംഗിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നോ, എത്രത്തോളം ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നോ, അത്രത്തോളം നിങ്ങൾ വളരുന്ന ലീഡറായിട്ട് മാറും. അടുത്തത് 7, ടേക്ക് ഡെയിലി ആക്ഷൻസ്. ദിവസവും 1% വളരാനായിട്ട് ശ്രമിക്കുക. ദിവസം 6 പേരോടെങ്കിലും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുക. 2 പേർക്കെങ്കിലും പ്രോഡക്റ്റ് കൊടുക്കുമെന്ന് തീരുമാനിക്കുക. ഒരു 4 പേരോടെങ്കിലും ബിസിനസ് സംസാരിക്കുക. അതാണ് യഥാർത്ഥ വളർച്ച എന്ന് പറയുന്നത്. നോക്കൂ, ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ ഈ ബിസിനസ് സംസാരിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോകാൻ പാടില്ല. ഈ ബിസിനസ്സോ പ്രോഡക്റ്റോ സംസാരിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോകാൻ പാടില്ല. അങ്ങനെ കടന്നു പോകാൻ ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്. അടുത്തെന്താ, ബി പേഷ്യന്റ് ആൻഡ് കൺസിസ്റ്റന്റ്. തീർച്ചയായിട്ടും ക്ഷമ ആവശ്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. അടുത്തത് ഒബ്ജക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസ് പോലെയുള്ള ഒരു വലിയ അവസരത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ജീവിതം ഏൽപ്പിക്കാം, ഒരു സംശയവുമില്ലാതെ.